ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും മൗനം പാലിക്കുകയാണെന്ന് PV അൻവർ. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം മൂലം കർഷകർ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല. വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ എഴുതി വെച്ചിട്ടുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ കൈവശമുള്ളത്. സർക്കാരിനെ കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുപ്പിക്കേണ്ട പ്രതിപക്ഷവും മൗനത്തിലാണ്. നാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കാർബൺ ഫണ്ടിനായി വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ മാത്രം 161 കർഷകരുടെ ഭൂമിയാണ് വനവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ഇവിടെ ഒരു നിയമപരിഷ്കരണത്തിന്റെ ആവശ്യമില്ല. നിയമപരിഷ്കരണത്തിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഇപ്പം നിലവിലുള്ള നിയമം ഇതിനെ അനിമൽസിനെയും ജനങ്ങളെയും വേർതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വാളുകൾ കെട്ടാനും വേലി സ്ഥാപിക്കാനും ട്രഞ്ച് കെട്ടാനും ഇവിടെ നിയമം അനുശാസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 3000 കോടി റുപ്യ എൻ്റെ കയ്യിൽ തന്നാൽ ഈ പ്രശ്നം നമ്മൾ തീർത്തു കൊടുക്കുക. നാടിനെയും കാടിനെയും വേർതിരിക്കാൻ പറ്റും. 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൃഗവും ഇപ്പുറത്തേക്ക് വരില്ല, ഒരു ഈച്ച വരില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ലോബി, ഈ പശ്ചിമഘട്ടത്തിൻ്റെ വനവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോബിയുടെ ആവശ്യം എന്താ? ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം. വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും. ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പം ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും, ചൂട് നിയന്ത്രിക്കാൻ കഴിയും. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഈ ജനങ്ങൾ ഇറങ്ങിപ്പോകണം. അവിടെ ഓക്സിജൻ പ്രൊഡക്ഷനുള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം. അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റുകയാണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് വിഷയം. തൃണമൂൽ ആദ്യം നമ്മൾ ബോധവൽക്കരണമാണ്. അതിനാണ് നമ്മൾ ഈ മലയോര ജാഥ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ഏത് രീതിയിലാണോ ജനാധിപത്യ രീതിയിൽ ശക്തമായ സമരം നടത്താൻ പറ്റുക, ആ സമരത്തിലേക്ക് നമ്മൾ കടക്കും. തൃണമൂൽ കോൺഗ്രസ് വന്യമൃഗശല്യത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സമരജാഥ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ 139 MLA-മാർ പ്രചരണം നടത്തിയിട്ടും നിലമ്പൂരിലെ 20,000 വോട്ടർമാരാണ് തനിക്കൊപ്പം നിന്നത്. പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും PV അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും അൻവറിനൊപ്പം ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.